നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ക്രിസ്തീയ വർഷത്തിൽ ക്രിസ്ത്യാനിറ്റി നമ്മളുടെ ഇന്ത്യയിൽ കേരളത്തിൽ വന്നതിൻ്റെ സെൻറ്റ് തോമസ് അദ്ദേഹമാണ് കേരളത്തിൽ വന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യൻ ജാതി റിലീജിയൻ കൊണ്ടുവന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നതിൻ്റെ ഉദാഹരണം എന്ന് പറയണത്, ഞാൻ കുറേ പള്ളികളിൽ പോയിട്ടുണ്ട്. നമ്മളുടെ ഈ കേരളത്തിൽ, നമ്മളുടെ ഈ വൈപ്പിനിൽ, നമ്മളുടെ ഇന്ത്യയിൽ കുറേയേറെ പള്ളികളുണ്ട്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഒരാൾ ഇന്ത്യയിലോട്ട് വന്ന് ഇന്ത്യയിൽ കാലുകുത്തി നിന്നൊരു സ്ഥലമുണ്ട്, മാലിയങ്കര. തൊട്ടരിയത്ത് പള്ളിപ്പുറമുണ്ട്, പള്ളിപ്പുറം കോട്ടയുണ്ട്, മുസരിസ് ഉണ്ട്. ഇതെല്ലാം കണക്റ്റഡുമാണ്. എന്നാൽ ഇപ്പോഴും ചെട്ടിക്കാട് പള്ളി ഏറ്റവും നമുക്ക് പറയാൻ പറ്റിയൊരു ചരിത്രം എന്ന് പറയണത് പള്ളിപ്പുറം പള്ളി. അവിടെയുള്ള എല്ലാ ജാതി മത ജനങ്ങളും വിശ്വസിക്കണത് അവിടെ ഒരു എന്താ പറയുക, അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ്. അവിടെ ആ മാലിയങ്കര മുനമ്പം ഭാഗത്തൊക്കെ എല്ലാവർക്കും ബോട്ട് മത്സ്യബന്ധനം ചെയ്യുന്നവരാണ്. ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മത്സ്യബന്ധനം ചെയ്യണവരുണ്ട്. ബോട്ടുകൾ, വലിയ വലിയ ബോട്ടുള്ളവരുണ്ട്. കോടികളുടെ ബോട്ടുള്ളവർ, 1 അല്ല 2 അല്ല 3 അല്ല 10, 15, 20 ബോട്ടുള്ളവരുണ്ട്. എന്തുകൊണ്ട് അവർ ഇവിടെ വന്ന് ചെയ്യണ്? അതും ക്രിസ്ത്യൻസ് ഉണ്ട് ഇവിടെ വന്ന് ചെയ്യണവർ. ഞാൻ ജാതി പറയുകയോ മതം പറയുകയോ ഒന്നുമല്ല, മനുഷ്യനാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളുകൊണ്ടും വിശ്വസിക്കാതെ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന നെഗറ്റീവുകളുണ്ട്. ഞാൻ അതിൻ്റെ നേരെ ഉദാഹരണമെന്ന് പറയണ മാലിയങ്കരയിൽ AD 52 അപ്പോസ്തലൻ വന്നിറങ്ങിയൊരു മ്യൂസിയം ഉണ്ട്. ലോകം അറിയണം, ലോകത്തുള്ള പല ഫോറിനേഴ്സായാലും ലോകത്തുള്ള പല ക്രിസ്തീയ മതത്തിലുള്ള എല്ലാ വ്യക്തികളും ഇവിടെ വന്ന് അത് കാണണം. അത് കാണുന്നതിലൂടെ ഇന്ത്യക്കാണ്, കേരളത്തിനാണ്, മാലിയങ്കരക്കാണ് ഗുണം. അതൊരു ടൂറിസം ആക്കാം നമുക്ക്. അതിനു വേണ്ടി തന്നെയാണ് ഭൂമിയിൽ ആ ഒരു ചരിത്രവും ആ ഒരു മ്യൂസിയവും എല്ലാം നമുക്കവിടെ ഉള്ളത്. യേശു വരണ്ട, യേശു വരും, യേശു വന്നു പോകുന്നുണ്ട്. ഇന്ത്യയിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ആളത് ഫ്ലൈറ്റിലോ വേറെ എന്തെങ്കിലും ആയിരിക്കും. ആള് കപ്പലിൽ ആളുടെ ശിഷ്യന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഒരാൾ ഇവിടെ അയച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു ശിഷ്യനിലൂടെ ഉണ്ടായ കണക്ഷനാണ് ചെട്ടിക്കാട് പള്ളി, പള്ളിപ്പുറം പള്ളി. ഇതെല്ലാനും ആളുടെ ശിഷ്യന്മാരിൽ നിന്നും ഉണ്ടായേക്കണതാണ്. വല്ലാർപാടം പള്ളി, പിന്നെ അങ്ങാട് പള്ളികൾ എവിടേക്കുണ്ടോ ഇന്ത്യയിൽ അവിടേക്ക് ആള് സഞ്ചരിച്ച് നടന്ന് ആൾക്ക് വേണ്ടിയിട്ടുള്ളതും ആളുടെ നാട്ടുകാർക്കും ആളുടെ വിശ്വാസത്തിലും എല്ലാവർക്കും ഉള്ളത് ആൾ ചെയ്ത് പോയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. നമ്മൾ അടിത്തറ ഒന്ന് ശക്തിപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് മാലിയങ്കരയിലെ മ്യൂസിയം, ആ മ്യൂസിയം ലോകോത്തര നിലവാരമുള്ള മ്യൂസിയം ആക്കണം. എൻട്രി ഫീസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നാട്ടുകാരെയും ഫോറിനേഴ്സിനെയും ചരിത്രം പറഞ്ഞ് കാണിച്ച് കയറ്റണം. അതിലൂടെ ആ ഏരിയയിലും ആ പഞ്ചായത്തിലും ഉണ്ടാകുന്ന വികസനം ഒരു കൊല്ലത്തിനിടയിൽ അത് നമ്മൾ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള വികസനമായിരിക്കും. നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വൈപ്പിങ്കര, മുനമ്പം, പറവൂര്, കൊടുങ്ങല്ലൂര്, കേരളത്തിൻ്റെ സൗത്ത് സൈഡ്, നോർത്ത് സൈഡ്, നമ്മൾ നിൽക്കുന്ന സെൻട്രൽ സൈഡ്, ഒരു കൊല്ലത്തിനുള്ളിൽ ഈ ഭൂമി തന്നെ ചരിത്രമാകും. അത്
എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഈവൻ ഞാനിത് എനിക്ക് കിട്ടിയൊരു കണക്ഷനിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇത് പകരുമ്പോൾ അതൊരാവശ്യമാണ്, ആ നാടിന് വേണ്ടിയിട്ടാണെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ അവരും കൂടി അതിനെ സപ്പോർട്ട് ചെയ്ത് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. ഈവൻ ഒരു പാർട്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്രിസ്തീയ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനങ്ങളുണ്ടെങ്കിലോ ഇത് സിമ്പിളായിട്ട് നടക്കും. സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നടക്കും, സൂപ്പറായിട്ട് നടക്കും. അതിനുള്ളൊരു സൂപ്പർ പവർ മാസ്റ്റർ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റാണ്, അതായത് വേൾഡ് വൈപ്പിൻ പ്രൊജക്റ്റാണ്. അതിൽ മാലിയങ്കര വിടും, നമ്മളുടെ വൈപ്പിങ്കര വിടും, പറവൂർ വിടും, കൊടുങ്ങല്ലൂർ വിടും, മാലിയങ്കര മെയിൻ. ഇപ്പം നമ്മൾ ജാതിപരമായിട്ടല്ല, എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി പരമായിട്ടും കൂടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറായിട്ട് മാറും. എൻ്റെ ചിന്താഗതി അതാണ്. ഇപ്പം എല്ലാവരും മോദിനെ കുറ്റം പറയാണ്. മോദിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മോദി ചെയ്യണുണ്ട്. അത് സ്പിരിച്വലായിട്ടും അല്ലാതെ ആൾക്ക് കിട്ടുന്ന കണക്ഷൻ വെച്ചിട്ട് ആൾ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് അവരവരും കൂടി ചിന്തിക്കുക, അവരൊരു നെഗറ്റീവ് ചിന്തിക്കാണ്ടിരിക്കുക. എന്തെങ്കിലും അത് ആഗ്രഹിച്ചിട്ട് അത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതവിടെ വരൂല എന്നല്ല പറയേണ്ടത്, അത് വരും. നമ്മൾ വിചാരിച്ചാൽ വരും. അതാണ് എനർജി എന്ന് പറയണത്. ഒരാൾ വിചാരിക്കണതും 100 പേര് വിചാരിക്കണതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുക ഇത് അടുത്തൊരു കണക്ഷനിലോട്ട് എത്തണമെങ്കിൽ ഇത് ഷെയറുകൾ പോകണം, ഇതിൻ്റെ കമൻറ്റുകൾ വരണം, താല്പര്യമുള്ളവർ റിപ്ലൈ ചെയ്യണം. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിബേറ്റുകൾ നടത്താൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. അതൊരു മാസ്റ്റർ പ്ലാനായിട്ട് നമ്മളുടെ കേരള സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയ പ്രൊജക്റ്റുകളുണ്ട്. ആ ഒരൊറ്റ ദിവസം അടിത്തറ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് വരും ആൾക്കാർ കാണാനായിട്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചിന്തിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.